Chapter 6.3 Audit Engagement, Audit Program, Audit Documentation, Audit Evidence, and Audit Notebook. I hope you have seen the previous video, which is with respect to 6.2 and flow of audits. അപ്പോൾ ഫ്ലോ ഓഫ് ഓഡിറ്റിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആദ്യമേ സർട്ടൺ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി ഉണ്ടാവും. ഓക്കെ, ആ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആണ്, പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ വിൽ ബി മൂവിങ് ഓൺ ടു സ്റ്റാർട്ടിങ് അവർ ഓഡിറ്റ്. സ്റ്റാർട്ടിങ് അവർ ഓഡിറ്റ് വിത്ത് ഓഡിറ്റ് പ്ലാൻ. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ഓഫ് ഓൾ എ പ്ലാൻ വേണം. ഓക്കെ, സോ ആ പ്ലാൻ നമ്മൾ ഓഡിറ്റ് പ്ലാൻ സെറ്റ് ചെയ്യണം. ഓഡിറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. പ്ലാൻ നമ്മളൊരു പ്രോഗ്രാം ബേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യും, ഒരു ചെക്ക് ലിസ്റ്റ് പോലെ. സോ ഓഡിറ്റ് പ്ലാനിങ് ഫേസ് കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി കണ്ടക്ടിങ് വേരിയസ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യും. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കിട്ടും ഓഡിറ്റ് എവിഡൻസ് കിട്ടും. ആൻഡ് ദാറ്റ് ഓഡിറ്റ് എവിഡൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിൽ ബി റീച്ചിങ് ആർ കൺക്ലൂഷൻ ടു ആർ ഒപ്പീനിയൻ നമ്മൾ റിപ്പോർട്ടിലായിട്ട് കൊടുക്കും. ഇതാണ് ഒരു ഓഡിറ്റിന്റെ ഫ്ലോ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ 6.3 എ വെരി സിമ്പിൾ ചാപ്റ്റർ വിത്ത് റെസ്പെക്ട് ടു ഓൾ ദീസ് റെലവെന്റ് കോൺസെപ്റ്റ്സ്. ഓക്കെ, അതിൽ ഒന്നാണ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. അപ്പോൾ എന്താണ് ഓഡിറ്റ് എൻഗേജ്മെന്റ്? എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു ഓഡിറ്റ് അസൈൻമെന്റിന് പറയുന്നതാണ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. ആൻഡ് ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു കോണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്റർ. ഈ ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SA 210 അഗ്രീയിങ് ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്റർ. ഓക്കെ, ഓഡിറ്റ് എൻഗേജ്മെന്റിലെ ടേംസ് നമ്മൾ എന്ത് ചെയ്യാണ്? അഗ്രി ചെയ്യാണ്. അപ്പം അതിലുള്ള കോണ്ടന്റ്സ് എന്തൊക്കെയാണ്? ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്ററിനകത്തുള്ള കോണ്ടന്റ്സ് എന്തൊക്കെയാണ്? സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് എൻഗേജ്മെന്റ്. എന്തൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്? ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? നമ്മുടെ സ്കോപ്പ് എന്താണ്? സ്പെസിഫൈ ചെയ്യും. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? To obtain reasonable assurance about whether the financial statements as a whole are free from material misstatement, whether due to fraud or error, and thereby enabling the auditor to express an opinion on whether the financial statements in all material respects are prepared in accordance with applicable financial reporting framework. To report on the financial statements as required by standards on auditing and in accordance with auditors ഫൈൻഡിങ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ സ്കോപ്പ് ആ എൻഗേജ്മെന്റ് റിലേറ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സ്പെസിഫൈ ചെയ്യും, സ്കോപ്പ് സ്പെസിഫൈ ചെയ്യും. മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി. മാനേജ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ആണ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്, അതിനെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മാനേജ്മെന്റ്. ഇത് മാത്രമല്ല, മാനേജ്മെന്റ് ഇനിയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് തരണം, അഡീഷണൽ ഇൻഫോർമേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തരണം. ഇതെല്ലാം മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് സ്പെസിഫൈ ചെയ്യും. സർട്ടൻ ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്യും. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് ഇൻഹറന്റ് ലിമിറ്റേഷൻ എന്ന് നമുക്ക് നോക്കാം. ദെൻ ഇന്റേണൽ ഓഡിറ്റർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന വർക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് SA 610 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മാനേജ്മെന്റ് കൺഫർമേഷൻ ലെറ്റേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് റെപ്രസെന്റേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. Then restrictions and limitations of auditors liability. Auditor liability എന്താണ് റെസ്ട്രിക്ട് ചെയ്യുന്ന ലിമിറ്റേഷൻസ് സർട്ടൻ കാര്യങ്ങൾ നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യും. ദെൻ നമ്മൾ ഓഡിറ്റ് ഫീസും മറ്റു കാര്യങ്ങളും. ദെൻ മെയിൻ ആയിട്ട് ഫോം ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ ഓഫ് എൻഗേജ്മെന്റ്. എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്? SA 700 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. SA 700 701 പ്രകാരം നമ്മൾ കൊടുക്കും. 705 ഇതും റിലേറ്റഡ് ആണ്. ദെൻ SA 706 പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? റിപ്പോർട്ട് കൊടുക്കും. SA 700 നമ്മുടെ ഫോർമാറ്റ് ആണ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. SA 701 കീ ഓഡിറ്റ് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്, പേടിക്കേണ്ട. SA 705 മോഡിഫിക്കേഷൻസ് ആണ്, മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്നതാണ്. ആൻഡ് വൈ വി കോൾ ഇറ്റ് എസ് മോഡിഫൈഡ് ഒപ്പീനിയൻ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ലേറ്റർ ഓൺ. ദെൻ ഇത് എന്ന് പറഞ്ഞാൽ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് അല്ലെങ്കിൽ അതർ മാറ്റർ പാരഗ്രാഫ്. SA 706 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാലിഡിറ്റി ഓഫ് റിപ്പോർട്ട് എക്സെട്ര. ഇതൊക്കെയാണ് നമ്മുടെ കോണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്റർ. ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്ററിനകത്ത് വരുന്ന ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ SA 210 നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓഡിറ്റ് എൻഗേജ്മെന്റ്. ഓക്കെ, നൗ ഓഡിറ്റ് പ്രോഗ്രാം സിമ്പിൾ. അതിൽ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, കഴിഞ്ഞു. ഓഡിറ്റ് പ്രോഗ്രാം എന്താണ്? ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റ് വർക്ക് ടു ബി പെർഫോംഡ്. അതായത് ഒരു ചെക്ക് ലിസ്റ്റ് ആണ് എന്ത്
ഈ പർട്ടിക്കുലർ ഓഡിറ്റ് പ്രോഗ്രാം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യണം, വർക്ക് ആരാ കണ്ടക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ വർക്ക് ആരൊക്കെയാണ് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്, ഓക്കെ ആ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടു, ആ വർക്കിന് അക്കൗണ്ടബിലിറ്റി ആർക്കാണ്, അതേപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇന്ന പ്രൊസീജിയർ കണ്ടക്ട് ചെയ്തു എന്നുള്ള എവിഡൻസ് ആണ് ഈ പർട്ടിക്കുലർ ഓഡിറ്റ് പ്രോഗ്രാം, എല്ലാം എന്താണ് ഇൻക്ലൂഡഡ് ആണ്. സോ SA 300 പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ SA ബേസ് ചെയ്തിട്ടാണ് ഈ പർട്ടിക്കുലർ ആസ്പെക്ട്. അപ്പോൾ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതിന് മുൻപേ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം, ഓഡിറ്റ് പ്ലാനും ചെയ്തിരിക്കണം. പ്രോപ്പർ പ്ലാൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഒരു പ്രോപ്പർ പ്ലാൻ ഓഡിറ്ററിന് വേണം. ഓക്കെ, സോ വിത്ത് ദാറ്റ് പ്ലാൻ ഓഡിറ്റർ വിൽ ബി പ്രിപ്പയറിംഗ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം. ഇറ്റ് വിൽ ആക്ട് ആസ് എ ചെക്ക് ലിസ്റ്റ്. അതായത് നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ട് പോകും. അപ്പോൾ അതെന്താണ്, ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, ഇന്ന സാധനം വാങ്ങി, ഇത് വാങ്ങി, അത് വാങ്ങിയില്ല, ഇനി അത് വാങ്ങണം, ഇത് എവിടെ നിന്ന് വാങ്ങണം എന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റ് പോലെ എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നൗ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം സിമ്പിൾ. എന്താണ്, ചെക്ക് ലിസ്റ്റ് ആണ്, അതേപോലെ തന്നെ വർക്ക് പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. ഓക്കെ, എത്രത്തോളം വർക്ക് ചെയ്യണം, അതേപോലെ തന്നെ പ്രോപ്പർ സൂപ്പർവിഷൻ, ഡയറക്ഷൻസ് അല്ലെങ്കിൽ കൺട്രോൾ എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്ററിന് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താ, വർക്ക് പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം സിഗ്നിഫിക്കന്റ് ഏരിയാസ് ഏതൊക്കെയാണ്, അപ്പം ആർക്കൊക്കെയാണ് ആ സിഗ്നിഫിക്കന്റ് ഏരിയാസ് അല്ലെങ്കിൽ ഹൈ മെറ്റീരിയൽ ഏരിയാസ് ഒക്കെ കൊടുത്തേക്കുന്നത്, അപ്പം അവിടെ കൂടുതൽ സൂപ്പർവിഷൻ, കൂടുതൽ കൺട്രോൾ വേണം. കാരണം മിസ്റ്റേക്ക് വരുത്താനായിട്ട് പാടില്ലല്ലോ. സോ ഓഡിറ്ററിന് ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രോഗ്രസ് ഒക്കെ ട്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. Okay, then it will not only be useful for the audit assistants in carrying the audit work, but for the principal for individual responsibility. വർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, ആ വർക്കിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, എറർ ഉണ്ടെങ്കിൽ ആരെ പിടിച്ചാൽ മതി, ആ വർക്ക് ചെയ്ത ആളെ പിടിച്ചാൽ മതി. അത് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഓഡിറ്റ് പ്രോഗ്രാമിനകത്ത് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആരാണ് ആ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. സോ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യാം, അതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ദെർ വിൽ ബി യൂണിഫോമിറ്റി ഓഫ് വർക്ക്. ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം. And also it may be used as an evidence by the auditor in event when any charge is brought against him. നെഗ്ലിജന്റ് ആയിട്ട് ഓഡിറ്റർ ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പോയിന്റ് നമ്മളിവിടെ പഠിച്ചു, സ്റ്റാൻഡേർഡ്സ് ഇൻ ഓഡിറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തതെന്ന് പറയാം. അതേപോലെ തന്നെ പ്രോഗ്രാം ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്തിട്ടില്ല എന്ന് അവർ പറയുകയാണ്, ഓക്കെ നമുക്ക് കാണിക്കാം, ഇതാണ് ഞങ്ങളുടെ പ്രോഗ്രാം, ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ന പ്രൊസീജിയേഴ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രോഗ്രാം നമുക്ക് എവിഡൻസ് ആയിട്ട് കാണിക്കാം. ഈ പോയിന്റ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേറൊരു ഏരിയയിലും വരും, നമുക്ക് അവിടെ നോക്കാം. And also it helps in selection of team members and delegation of responsibility. ടീം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. And also we can prove that there is no negligence on its part. Actually almost similar സെയിം പോയിന്റ് തന്നെയാണത്. അതായത് ഞാൻ പ്രോപ്പർലി ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രോപ്പർ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു എവിഡൻസ് ആയിട്ട് ഓഡിറ്റിന് എന്ത് ചെയ്യാം, ഈ പർട്ടിക്കുലർ പ്രോഗ്രാം കാണിക്കാനായിട്ട് പറ്റും. ഡിസ്അഡ്വാൻറ്റേജ് വളരെ സിമ്പിൾ ആണ്. ഈ പർട്ടിക്കുലർ ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുത്താൽ വർക്ക് ബിക്കംസ് മെക്കാനിക്കൽ, വർക്ക് മെക്കാനിക്കലായി പോകും. ഓക്കെ, കാരണം എന്താ, പ്രോഗ്രാമിനകത്ത് എന്തൊക്കെയോ പറയുന്നു അത് ചെയ്യുന്നു, പ്രോഗ്രാമിനകത്ത് ഇല്ല ചെയ്യുന്നില്ല. പക്ഷെ പ്രോഗ്രാമിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടും ചെയ്യാത്ത സിറ്റുവേഷൻ വരാം. മനസ്സിലായി? കാരണം എന്താ, അവർ പറയും ആ പ്രോഗ്രാമിനകത്ത് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ചെറിയ എൻറ്റിറ്റിക്കൊക്കെ ഇതേപോലെ വലിയ ഓഡിറ്റ് പ്രോഗ്രാം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓഡിറ്റ് പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്ത് വരൽ ഇച്ചിരി ചടങ്ങ് പിടിച്ച പരിപാടിയായിരിക്കും. അടുത്ത പോയിന്റ്, ദോ ഓഡിറ്റ് പ്രോഗ്രാം ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി, ഇൻഎഫിഷ്യന്റ് സ്റ്റാഫ്സ് മേ ഡിഫെൻഡ് ദംസെൽഫ് ബൈ സ്റ്റേറ്റിംഗ് ദി മാറ്റേഴ്സ് ആർ നോട്ട് സ്പെസിഫൈഡ് ഇൻ ദി ഓഡിറ്റ് പ്രോഗ്രാം. അതായത് ഇൻഎഫിഷ്യന്റ് ആണ്, അദ്ദേഹത്തിന് അത്രയും കേപ്പബിലിറ്റി ഇല്ല പർട്ടിക്കുലർ ഓഡിറ്റ് വർക്ക് ചെയ്യാനായിട്ട്. അദ്ദേഹം എന്ത് ചെയ്തു, ഓഡിറ്റ് പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കി ഓഡിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആസ് എൻ ഓഡിറ്റർ പോയി ചെക്ക് ചെയ്തപ്പോൾ, നീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, അല്ലെങ്കിൽ ഇതല്ലേ നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്, അതല്ലേ നമുക്ക് പ്രോപ്പർ റിസൾട്ട് തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പർട്ടിക്കുലർ അസിസ്റ്റന്റിനോട് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയും, ഓഡിറ്റ് പ്രോഗ്രാമിനകത്ത് ആ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാനത് ചെയ്തുള്ളൂ, ഇത് ചെയ്തില്ല. സോ അങ്ങനെ സിറ്റുവേഷൻ വരാം. ദെൻ റിജിഡ് പ്രോഗ്രാംസ് കനോട്ട് ബി ലേഡ് ഡൗൺ ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് ബിസിനസ്. നമുക്ക് എന്ത് ചെയ്യണം, പ്രോഗ്രാം നമുക്ക് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് എല്ലാ ബിസിനസ്സും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ പ്രോഗ്രാംസ് വിൽ ബി ഇൻഫ്ലെക്സിബിൾ, സംടൈംസ് ഇറ്റ് ബിക്കംസ് റിജിഡ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ആസ്പെക്ട് ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു SA 300
ആ ഒരു ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഫുള്ളി 300-നകത്ത് വരുന്നതല്ല. ഓക്കെ. ദെൻ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ SA ഈസ് SA 230. ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ തന്നെയാണ്. ഓക്കെ. ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ സിമ്പിൾ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോ ഓഫ് ഓഡിറ്റ് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റെക്കോർഡ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യും. ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദി ഓഡിറ്റർ ക്യാൻ കൺക്ലൂഷനിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു റെക്കോർഡാണ് എന്ത്? ഇതിൻ്റെ ഒരു റെക്കോർഡാണ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. ഓക്കെ. യെസ്, ഓഡിറ്റ് documentation, it refers to the record of audit procedures performed, relevant audit evidence obtained and the conclusions reached by the auditor. ഇനി purpose of audit documentation എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ടേംസിൽ ഞാൻ പറയുന്നത് എല്ലാം കൂടെ വായിച്ച് സമയം കളയുന്നില്ല. അതായത് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തു എന്നുള്ള ഒരു എവിഡൻസ് ആണ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. വർക്ക് പ്ലാൻ ചെയ്ത് അതേപോലെ തന്നെ പ്രോപ്പർലി SA പ്രകാരം ഓഡിറ്റ് ചെയ്തിരുന്നു. ദി ഓഡിറ്റ് വാസ് പ്രോപ്പർലി പ്ലാൻഡ് ആൻഡ് പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് SA എന്നുള്ളതിനും ഉള്ളൊരു എവിഡൻസ് ആണ് എന്ത്? ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. ഓൾസോ ഫ്യൂച്ചറിലേക്ക് ഓഡിറ്റ് പ്ലാൻ ചെയ്യാനും ആ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ബേസ് ചെയ്തിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യാനും സഹായിക്കും. നമ്മൾ ഓൾറെഡി ഒരു പ്രൊസീജിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊസീജിയർ ഓക്കെ, കഴിഞ്ഞ വർഷം ഇതാ ചെയ്തത്, ഈ വർഷം ഇങ്ങനെ അതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അന്ന ഏരിയാസ് നോക്കിയിട്ടുണ്ട്, നമുക്ക് ഇപ്രാവശ്യം വേറെ ഏരിയാസ് നോക്കാം. അപ്പം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനും പെർഫോം ചെയ്യാനും ഓഡിറ്റ് പെർഫോം ചെയ്യാനും എന്ത് ചെയ്യും? ഈ പർട്ടിക്കുലർ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ സഹായിക്കും. പ്രോപ്പർ ഡോക്യുമെന്റേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ അസിസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? സൂപ്പർവൈസ് ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം, അവരുടെ വർക്കിനെ റിവ്യൂ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ദെൻ എക്സ്റ്റേണൽ ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ സർട്ടൻ അതർ ഇൻസ്പെക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ. ഇതാണ് ജസ്റ്റ് ബ്രീഫ് ഓഫ് ദി പർപ്പസ് ഓഫ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. Then contents of audit working papers, which is the form, content and extent of audit documentation. വേറൊന്നുമല്ല, സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ the auditor shall prepare audit working papers on a timely basis. പ്രോപ്പർ ആയിട്ട് ഓൺ എ ടൈംലി ബേസിസ് ഓക്കെ റെഗുലർ ഇന്റർവെൽസ് എന്ത് ചെയ്യണം? പ്രോപ്പർ വർക്കിംഗ് പേപ്പേഴ്സ് അഥവാ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ദി ഓഡിറ്റർ ഷാൽ പ്രിപ്പയർ വർക്കിംഗ് പേപ്പേഴ്സ് ദാറ്റ് ഈസ് സഫീഷ്യന്റ് ടു എനേബിൾ ആൻ എക്സ്പീരിയൻസ്ഡ് ഓഡിറ്റർ ഹാവിംഗ് നോ പ്രീവിയസ് കണക്ഷൻ വിത്ത് ദി ഓഡിറ്റർ ടു ഓഡിറ്റ് ടു അണ്ടർസ്റ്റാൻഡ് what all procedures were performed, the result of audit procedures. റിസൾട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എവിഡൻസ്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? എവിഡൻസ്. സോ യൂസ് ദി ടേം റിസൾട്ട് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ്. ദെൻ സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് അറൈസിംഗ് ഡ്യൂറിംഗ് ദി ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്ത് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റീച്ചിങ് ദി കൺക്ലൂഷൻ. എന്തൊക്കെ കൺക്ലൂഷൻ റീച്ച് ചെയ്തു, എന്തൊക്കെയായിരുന്നു സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം? ഓഡിറ്റർ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചേക്കണം. ഓൾറെഡി നമ്മൾ നമ്മുടെ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ്റെ ആ പർട്ടിക്കുലർ ഡെഫിനിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. നമ്മളിങ്ങനത്തെ ഡോക്യുമെന്റിങ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഏരിയാസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആരാണ് ഓഡിറ്റ് വർക്ക് ചെയ്തത്, എന്നാണ് ആ പർട്ടിക്കുലർ ഓഡിറ്റ് വർക്ക് ചെയ്തത്, ആ ഓഡിറ്റ് വർക്ക് ആരാണ് റിവ്യൂ ചെയ്തത്, എന്നാണ് റിവ്യൂ ചെയ്തത്, ഏതൊക്കെ ഏരിയാസിൽ ആ പർട്ടിക്കുലർ റിവ്യൂ നടന്നത്. സോ ദി എക്സ്റ്റെൻറ്റ് ഓഫ് റിവ്യൂ എല്ലാം എന്ത് ചെയ്യാം? ഓഡിറ്ററിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു വിത്ത് മാനേജ്മെന്റ്, TCWG അല്ലെങ്കിൽ അതേഴ്സ് വിത്തിൻ ദി എൻറ്റിറ്റി. ഓക്കെ, എന്തായിരുന്നു ആ പർട്ടിക്കുലർ മാറ്റർ, എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്, എപ്പോഴാണ് ഡിസ്കസ് ചെയ്തത്, ആരുമായിട്ടാണ് ഡിസ്കസ് ചെയ്തത് എന്നെന്ത് ചെയ്യാം? അറിയാൻ പറ്റും. അതും ഡോക്യുമെന്റ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഓഡിറ്റർ എന്താണ് സർട്ടൺ അതർ ഡെസിഷൻസ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻ സർട്ടൺ ഇൻഫോർമേഷൻസ്, അതും എന്ത് ചെയ്യണം? അദ്ദേഹം ഡോക്യുമെന്റ് ചെയ്ത് വെച്ചേക്കണം. സർട്ടൺ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ SA പറഞ്ഞ പ്രകാരം ഓഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല, വേറെ ഏതെങ്കിലും പ്രൊസീജിയർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ഓഡിറ്റർ സ്പെസിഫൈ ചെയ്യണം. ആൻഡ് ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ എന്തെങ്കിലും ഓഡിറ്റർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം. ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അതേപോലെ തന്നെ അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ വേറൊരു വീഡിയോയിൽ, ചെറിയൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വച്ചേക്കാം. അപ്പോൾ അവിടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ തീർന്നിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ. അതായത് ടൈപ്സ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. 2 ടൈപ്പ് ഉണ്ട്. അതായത് ഓഡിറ്റ് ഫയൽ, ആക്ച്വലി പെർമനന്റ് ഓഡിറ്റ് ഫയൽ ആൻഡ് കറന്റ് ഓഡിറ്റ് ഫയൽ. പെർമനന്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, അതായത് കറന്റ് ഇയറിലേക്ക് മാത്രമല്ല നമുക്ക് ഫ്യൂച്ചർ ഇയറിലേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും പെർമനന്റ് ഓഡിറ്റ് ഫയലിൽ മെയിൻറ്റെയിൻ ചെയ്യും.
കറണ്ട് ഇയറിലേക്ക് മാത്രം ആവശ്യമുള്ളൂ. ഫ്യൂച്ചർ ഓഡിറ്റിലേക്ക് നമുക്ക് ആവശ്യം ഇല്ലാത്ത ഫയൽസ് കറണ്ട് ഓഡിറ്റ് ഫയലിൽ മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങൾ ആ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് വായിക്കുക. ഇത് സർട്ടൺ എക്സാമ്പിൾസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ ദി ഓണർഷിപ്പ് ആൻഡ് കസ്റ്റഡി ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. സിമ്പിൾ. വർക്കിംഗ് പേപ്പേഴ്സ് ഓഡിറ്ററിന്റെ പ്രോപ്പർട്ടിയാണ്. ഓഡിറ്ററിന് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻസോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് അദ്ദേഹത്തിന് ക്ലയൻസിനോ അല്ലെങ്കിൽ മറ്റു തേർഡ് പാർട്ടീസിനും കൊടുക്കാം. Okay, so custody of audit working papers and ownership, it is purely with the auditor. Okay, certain cases പക്ഷേ ലീഗൽ ആസ്പെക്ട് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതെന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് വെച്ചേക്കാൻ പറ്റത്തില്ല, ഇതെന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ SA-230 ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. ആൻഡ് ഓഡിറ്റ് ഡോക്യുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ഓഫ് 7 ഇയേഴ്സിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ആ പീരീഡ് എന്ന് പറയുന്ന പേരാണ് റിട്ടൻഷൻ പീരീഡ്. ഓക്കെ, 7 ഇയേഴ്സിലേക്ക് മിനിമം നമ്മൾ ഈ പർട്ടിക്കുലർ ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കണം. Okay, so next we are moving on to SA-500, which is audit evidence. Audit evidence എന്തൊക്കെയാണെന്ന് നോക്കണം. And coming chapters we'll be discussing about audit procedures. പേടിക്കണ്ട, we'll be discussing about various audit procedures. Okay, now audit evidence. Audit evidence നോക്കുന്നതിന് മുന്നേ നമുക്ക് again audit documentationന്റെ ഇതെന്തായിരുന്നു? Audit documentation is the audit procedures performed, audit evidence obtained, conclusions reached by the auditor. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഓഡിറ്റ് എവിഡൻസ് എന്താണെന്നാണ്. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു എവിഡൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ദി ഇൻഫോർമേഷൻ യൂസ്ഡ് ബൈ ദി ഓഡിറ്റർ ഇൻ അറൈവിംഗ് അറ്റ് കൺക്ലൂഷൻ. കൺക്ലൂഷനിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ യൂസ് ചെയ്ത ഇൻഫോർമേഷൻ ആണ് എന്ത്? ഓഡിറ്റ് എവിഡൻസ്. ഓക്കെ, നോക്കാം. Includes information used by the auditor in arriving at conclusion on which the auditor's opinion is based. അപ്പോൾ ഓഡിറ്റർ ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് കിട്ടി? കൺക്ലൂഷൻ കിട്ടി. കൺക്ലൂഷൻ എവിടെ നിന്ന് കിട്ടി? ഇൻഫോർമേഷൻ കിട്ടി. അപ്പോൾ ഈ ഇൻഫോർമേഷൻ പറയുന്ന പേരാണെന്ത്? ഓഡിറ്റ് എവിഡൻസ്. ഓക്കെ, നൗ നീഡ് ഫോർ ഓഡിറ്റ് എവിഡൻസ്. എന്തിനാണ് ഓഡിറ്റ് എവിഡൻസ് വേണ്ടത്? ഒബ്വിയസ്ലി പല പല കാര്യങ്ങൾക്കുണ്ട്. നമുക്ക് എന്താണ്, ആ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേക്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമുക്കൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഓഡിറ്റ് എവിഡൻസ്, അതായത് സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. ഓൾസോ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ അതൊരു വാലിഡ് പ്രൂഫ് ആണ്. ഓക്കെ, ഇന്ന എവിഡൻസ് ഞാൻ ഒബ്റ്റെയിൻ ചെയ്തു, ഞാൻ പറയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് ഉണ്ട്, ആൻഡ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഒപ്പീനിയൻ എനിക്ക് എന്ത് വേണം? പ്രൂഫ് വേണം. ആൻഡ് ദാറ്റ് പ്രൂഫ് ഇസ് നൺ അതർ ദാൻ മൈ ഓഡിറ്റ് എവിഡൻസ്. നെഗ്ലിജൻസിനെതിരെ എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കാണിക്കാം? ഞാൻ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്ത് ഞാൻ ഒബ്റ്റെയിൻ ചെയ്ത എവിഡൻസ് ഇതാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഓഡിറ്റ് ചെയ്തേക്കുന്നത്. സോ ദീസ് ആർ ദി എവിഡൻസ് കാണിക്കാനായിട്ട് പറ്റും. സോ നീഡ് ഫോർ ഓഡിറ്റ് എവിഡൻസ്, ദീസ് ആർ ദി നീഡ്. ജസ്റ്റ് വായിച്ചു വിട്ടേക്കാം. ഓക്കെ, ദെൻ ഓഡിറ്റേഴ്സ് ജഡ്ജ്മെന്റ് വൈൽ ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ്. ഞാൻ ഒബ്റ്റെയിൻ ചെയ്ത എവിഡൻസ് മതിയാവോ അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് സർട്ടൺ ഐറ്റംസ് മാത്രം നമ്മൾ നോക്കുകയാണ്, വിച്ച് ഇസ് ദി നേച്ചർ ഓഫ് ഐറ്റം. ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ഐറ്റം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന എവിഡൻസസ് ചിലപ്പോൾ കൂടുതൽ എടുക്കേണ്ടി വരും, കുറവ് എടുക്കേണ്ടി വരും. ദെൻ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ബിസിനസ് അനുസരിച്ച് വലിയ എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ എവിഡൻസസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തെടുക്കേണ്ടി വരും. ആൻഡ് ഓൾസോ ദി മെറ്റീരിയാലിറ്റി ഓഫ് ദി ഐറ്റം ഹൈ മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ പർട്ടിക്കുലർ എവിഡൻസ് അതിനെ പറ്റിയിട്ട് കൂടുതൽ ഒബ്റ്റെയിൻ ചെയ്യേണ്ടി വരും. ദെൻ എക്സ്പീരിയൻസ് ഗെയിൻ ഡ്യൂറിങ് ദി പ്രീവിയസ് ഓഡിറ്റ്. നമുക്കറിയാം ആ പർട്ടിക്കുലർ ഏരിയയിൽ ഇന്ന മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രോഡ് നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എറേഴ്സ് കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ കൂടുതൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യും. ദ റിസൾട്ട് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സോ റിസൾട്ട് ഓഫ് ഓഡിറ്റ് എവിഡൻസ്, അതിൽ ഫ്രോഡ് വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഫ്രോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അപ്പം നമുക്ക് കിട്ടിയ എവിഡൻസ് മാത്രം പോരാ, വി ഹാവ് ടു കണ്ടക്ട് മോർ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പം മിസ്റ്റേക്മെന്റ് ഉണ്ട്, ഓക്കെ, അഗെയിൻ വി ഹാവ് ടു കണ്ടക്ട് സം അതർ പ്രൊസീജിയേഴ്സ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ മോർ കൺക്ലൂസീവ് ഓഡിറ്റ് എവിഡൻസ്. ഓക്കെ, സോ അങ്ങനത്തെ ആസ്പെക്ട്സ് ഒക്കെ എന്ത് ചെയ്യണം, ഓഡിറ്റർ അനലൈസ് ചെയ്യണം വൈൽ ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ്. Now there are certain types of audit evidence. ജസ്റ്റ് പറഞ്ഞു പോകുന്നു. എന്താണ് ഇന്റേണൽ എവിഡൻസ്? ഓർഗനൈസേഷന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ഓർ എവിഡൻസസ് ആണ് ഇന്റേണൽ എവിഡൻസ്. എക്സ്റ്റേണൽ എവിഡൻസ് ഫ്രം ഔട്ട്സൈഡ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ തേർഡ് പാർട്ടി കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റേണൽ കൺഫർമേഷൻ, SA-505 ഡിസ്കസ് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ കൺഫർമേഷൻ വഴി അല്ലെങ്കിൽ തേർഡ് പാർട്ടി കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി നമുക്ക് തരുന്ന എന്ത് ഇൻവോയ്സും അല്ലെങ്കിൽ മറ്റ് ഇൻഫോർമേഷൻ എല്ലാം എന്താണ്, എക്സ്റ്റേണൽ എവിഡൻസസ് ആണ്. ദെൻ റെലവൻസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആൻഡ് റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ്. ആൻഡ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന എവിഡൻസ്, നമ്മൾ കുറേ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തു, പക്ഷെ അതൊന്നും ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് റെലവൻ്റ് അല്ല.
എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന എവിഡൻസ് എല്ലാം റെലവെന്റ് ആണ് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന എവിഡൻസ് എല്ലാം റിലയബിൾ ആണ് എന്ന് ഉറപ്പുവരുത്തണം. ഇനി എങ്ങനെയാണ് ഞാൻ ഒബ്റ്റെയിൻ ചെയ്ത എവിഡൻസ് റിലയബിൾ ആണ് എന്ന് പറയാൻ പറ്റുന്നത്? സർട്ടൻ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതായത് ഞാൻ ജനറലി പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. COWID 4 പോയിന്റ് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പോയിന്റ് കൂടെ പഠിച്ചു, കോവിഡ്. COWID, കോവിഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്ത ആരും ഉണ്ടാകത്തില്ല. COVID-19 നമുക്കിവിടെ W ആണ്, COWID. ഓക്കെ, അപ്പോൾ C എന്താണ്? ഇന്റേണൽ കൺട്രോൾസ്. ഇന്റേണൽ കൺട്രോൾസിന്റെ C ആണ്. ഓക്കെ, ഇന്റേണൽ കൺട്രോൾസ് എല്ലാം എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇന്റേണലി ഒബ്റ്റെയിൻ ചെയ്യുന്ന എവിഡൻസ് എല്ലാം എന്തായിരിക്കും? റിലയബിൾ ആയിരിക്കും. കാരണം എന്താ? കൺട്രോൾസ് എഫക്റ്റീവ് ആണ്. ദെൻ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ, ഡോക്യുമെന്റ്സ് എല്ലാം ഒറിജിനൽ ആണ് എന്നുണ്ടെങ്കിൽ ദെൻ ദ റിലയബിലിറ്റി വിൽ ബി ഹയർ. ഫോട്ടോ കോപ്പീസിനെക്കാട്ടിലും എപ്പോഴും എന്താണ് ഏറ്റവും കൂടുതൽ റിലയബിലിറ്റി കൂടുതൽ ഒറിജിനൽ ഡോക്യുമെന്റ്സിലാണ്. പിന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ഫോമിൽ നമുക്ക് എവിഡൻസ് കിട്ടുകയാണ്, ഇൻഫോർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മോർ റിലയബിൾ ദാൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഓർ ഓറൽ ഇൻഫോർമേഷൻ. ഓക്കെ, ദെൻ ഇൻഡിപെൻഡന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ ആണ് നമുക്ക് കൂടുതൽ റിലയബിൾ. എല്ലാം കഴിഞ്ഞിട്ട് ഓഡിറ്റർ ഡയറക്ട്ലി ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ്. ഓക്കെ, സോ റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഓർത്തിരിക്കാനായിട്ട് COWID. ഓക്കെ, ദെൻ മെത്തേഡ്സ് ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ് ആക്ച്വലി സിമ്പിൾ ആണ്. ഐശ്വര്യ റായ് ആൻഡ് കോ, R ക്യാപിറ്റൽ I ക്യാപിറ്റൽ, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എന്താണ് ഇവിടെ? കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. കമ്പ്യൂട്ടേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് റീപെർഫോമൻസ് ആൻഡ് റീകാൽക്കുലേഷൻ. ഈ കമ്പ്യൂട്ടേഷൻ അകത്ത് വരുന്നതാണ് ഈ റീപെർഫോമൻസ് റീകാൽക്കുലേഷൻ. അതായത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അവിടുത്തെ ഇന്റേണൽ കൺട്രോൾസ് ചെയ്ത വർക്ക് നമ്മൾ റീപെർഫോം ചെയ്യുന്നു, ഈ ആസ്പെക്ട്. ഓക്കെ, സോ റീകാൽക്കുലേഷൻ, റീപെർഫോമൻസ്, അതാണ് ഈ R. ഓക്കെ, യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് C, കമ്പ്യൂട്ടേഷൻ. ഓക്കെ, പിന്നെ A എന്ന് പറഞ്ഞാൽ അനാലിറ്റിക്കൽ റിവ്യൂ അല്ലെങ്കിൽ അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നതാണ്. എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം SA 520 അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ I is for inspection and inquiry. നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ ഡോക്യുമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്യുന്നു. ബിൽഡിംഗ് ഉണ്ട്, ഓക്കെ, കുഴപ്പമില്ല, പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ പോയി ചെക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ആധാരം മുദ്രപത്രം ചെക്ക് ചെയ്യാണ്, ഇൻസ്പെക്ട് ചെയ്യാണ്, ഡോക്യുമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്യാണ്, മാനേജ്മെന്റുമായിട്ട് ഇൻക്വയറി ചെയ്യാണ്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, എന്തുകൊണ്ട് അങ്ങനെ വന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ അക്കൗണ്ട് ചെയ്തത്, എന്താണ് അങ്ങനത്തെ ഒരു കൺട്രോൾ ഇല്ലാത്തത്, ഇൻക്വയറി ചെയ്യുന്നു. ഓക്കെ, ദെൻ C കൺഫർമേഷന്റെ C ആണ്. എക്സ്റ്റേണൽ കൺഫർമേഷന്റെ C ആണ്. കൺഫർമേഷൻ തേർഡ് പാർട്ടി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അതായത് എൻറ്റിറ്റിക്ക് പുറത്തുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ O ഈസ് ഫോർ ഒബ്സർവേഷൻ. ഒരാൾ ചെയ്യുന്ന വർക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിങ് മാനേജ്മെന്റ് ചെയ്യുന്നു, നമ്മൾ അവിടെ പോയി കൈകെട്ടി നിന്ന് ഒബ്സർവ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് പർട്ടിക്കുലർ മെത്തേഡ്സ് ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ്. ഐശ്വര്യ റായ് ആൻഡ് കോ, യു വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് R with C, computation. Okay, now there are various audit procedures to obtain audit evidence. As per SA 315 and 330, SA 315 എന്താണെന്ന് പറയണം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് പറയുന്ന വേരിയസ് പ്രൊസീജിയേഴ്സ് നോക്കാം. SA 315 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈയിങ് and assessing the risk of material misstatement through understanding the entity and its environment. എന്താണെന്ന് നോക്കണം. ഓക്കെ, എന്താണെന്ന് നോക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യണം, അസസ് ചെയ്യണം. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം, അസസ് ചെയ്യണം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്ത് അസസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ദി എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയൺമെന്റ്. എൻറ്റിറ്റിയെയും അതിന്റെ എൻവയൺമെന്റിനെയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം, അസസ് ചെയ്യാം. അതാണ് SA 315. നമ്മൾ ഇനിയും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്തു, അസസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓഡിറ്റർ അതിനെതിരെ എടുക്കുന്ന റെസ്പോൺസ് എന്താണ്? ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ടു അസസ്ഡ് റിസ്ക് എന്നാണ് എന്ത് SA 330 വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള 2 essay ആണ്. ആൻഡ് SA 315 പ്രകാരം ദി ഓഡിറ്റർ വിൽ ബി കണ്ടക്ടിങ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ്. ആ പേര് തന്നെ ഉണ്ട്. നമ്മൾ എന്താണ് SA 315 ചെയ്യുന്നത്? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുന്നു, അസസ് ചെയ്യുന്നു. അതിനെന്ത് വേണം? റിസ്ക്
അസസ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ്. റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രോഡ് ഉണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തുകയല്ല ചെയ്യുന്നത്. വി വിൽ ബി കണ്ടക്ടിങ് മോർ പ്രൊസീജിയേഴ്സ്, കൂടുതൽ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നു. ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറിനകത്ത് എന്താണ്, രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് അല്ലെങ്കിൽ കംപ്ലയൻസ് പ്രൊസീജിയർ എന്ന് പറയും, ആൻഡ് ഓൾസോ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് പ്ലസ് അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഓക്കെ, which is also known as substantive procedures. Okay, അപ്പോൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് അല്ലെങ്കിൽ കംപ്ലയൻസ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ വിൽ ബി ഓൾസോ കണ്ടക്ടിങ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ആൻഡ് അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് വിച്ച് ഇസ് നോൺ ആസ് സബ്സ്റ്റാൻസീവ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ എന്താണ് എന്ന് ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയറിനകത്ത് ഓഡിറ്റർ കണ്ടക്ട് ചെയ്യുന്ന ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യണം, അസസ് ചെയ്യണം. അതിന് രണ്ട് ആസ്പെക്ട് ആണ്. ഈ ഒരു ചാർട്ട് ബേസ് ചെയ്തിട്ട് ഞാൻ ആ പർട്ടിക്കുലർ ടോപ്പിക് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യും. SA 315 പ്രകാരം, ഇത് SA 330 പ്രകാരം. SA 315 പ്രകാരം വിൽ ബി കണ്ടക്ടിങ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, നൗ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയറിനകത്ത് എന്തൊക്കെ നമ്മൾ ചെയ്യും? ഐശ്വര്യ റായ് ആൻഡ് കോ മനസ്സിലുണ്ടായിരിക്കണം. We will be conducting inquiry, we will be conducting inspection, we will be conducting observation, we will be conducting analytical procedures. എന്തൊക്കെയാണ്? ഇൻക്വയറി കണ്ടക്ട് ചെയ്യും, ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യും, ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യും, അനാലിറ്റിക്കൽ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഐശ്വര്യ റായ് ആൻഡ് കോ അതാണ് നമ്മുടെ ഇത്. അതിൽ ഐ നമ്മൾ കണ്ടക്ട് ചെയ്യും, എ നമ്മൾ കണ്ടക്ട് ചെയ്യും, ഒ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഐ എ ഐ ഒ, എ ഐ ഒ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, എ ഐ അറിയാലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പക്ഷെ ഇവിടെ നമുക്ക് ഐശ്വര്യ റായിന്റെ എ ഐ ആണ്, എ ഐ ഒ. ഓക്കെ, എന്ത് ചെയ്യും നമുക്ക് നോക്കാം. നൗ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്തപ്പോൾ റിസ്ക് ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അസസ് ചെയ്തു. അപ്പോൾ ഇനിയും ഓഡിറ്റർ എന്ത് ചെയ്യാണ്, അതിനെതിരെ നടപടി എടുക്കാനായിട്ട് പോവാണ്. ഓഡിറ്റ് എടുക്കാൻ പോകുന്ന നടപടി ആണ് എന്ത്, ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്താണ് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറിനകത്ത് രണ്ട് ആസ്പെക്ട് ഉണ്ട്, വിച്ച് ഇസ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആൻഡ് സബ്സ്റ്റാൻസീവ് പ്രൊസീജിയേഴ്സ്. ടെസ്റ്റ് ഓഫ് കൺട്രോൾസിൽ ഓഡിറ്റർ എന്തൊക്കെ കണ്ടക്ട് ചെയ്യും? ടെസ്റ്റ് ഓഫ് കൺട്രോൾസിൽ ഓഡിറ്റർ വിൽ കണ്ടക്ട് ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, ദെൻ കമ്പ്യൂട്ടേഷൻ, ആൻഡ് ഓൾസോ ടെസ്റ്റിംഗ് ഓഫ് ഇന്റേണൽ കൺട്രോൾസ്. കമ്പ്യൂട്ടറൈസ്ഡ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയർസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇന്റേണൽ കൺട്രോൾസ് അതുവഴി ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻക്വയറി കണ്ടക്ട് ചെയ്യും, ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യും, അതേപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ ചെയ്യും, അതായത് ടെസ്റ്റിംഗ് ഓഫ് കൺട്രോൾസ്. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിൽ ബി കണ്ടക്ടിങ് ഇൻക്വയറി ആൻഡ് കമ്പ്യൂട്ടേഷൻ പ്ലസ് ടെസ്റ്റിംഗ്. ഓക്കെ, അതായത് ടിക്ക് ആയിരിക്കും ഇവിടെ ഓഡിറ്റർ കണ്ടക്ട് ചെയ്യുന്നത്. ടിക്ക് ടെസ്റ്റിംഗ് ഓഫ് കൺട്രോൾസ് ഓൺ കമ്പ്യൂട്ടറൈസ്ഡ് ആപ്ലിക്കേഷൻ, ഇൻക്വയറി ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യും, കമ്പ്യൂട്ടേഷൻ എന്ത് ചെയ്യും, ഓഡിറ്റർ കണ്ടക്ട് ചെയ്യും. നൗ അഗെയിൻ വിൽ ബി ഓൾസോ കണ്ടക്ട്, നമുക്ക് കൺട്രോൾസിൽ വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിൽ ബി മൂവിങ് ഓൺ ടു സബ്സ്റ്റാൻസീവ് പ്രൊസീജിയേഴ്സ്. ഇവിടെ നമ്മൾ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ചെയ്യും, അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യും. അനാലിറ്റിക്കൽ പ്രൊസീജിയർ ഒരു പ്രൊസീജിയറാണ്, അനാലിറ്റിക്കൽ റിവ്യൂ, അത് നമ്മൾ അവിടെ തന്നെ കണ്ടക്ട് ചെയ്യും, സബ്സ്റ്റാൻസീവ് അനാലിറ്റിക്കൽ പ്രൊസീജിയർ. ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസിനകത്ത് ഓഡിറ്റർ വിൽ ബി കണ്ടക്ടിങ് അതർ പ്രൊസീജിയേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണ്? കമ്പ്യൂട്ടേഷൻ, ഇൻസ്പെക്ഷൻ, ഇൻക്വയറി, എക്സ്റ്റേണൽ കൺഫർമേഷൻ, ഒബ്സർവേഷൻ, ഇത്രയും എന്ത് ചെയ്യും, ഓഡിറ്റർ കണ്ടക്ട് ചെയ്യും. ഇതാണ് ഈ പർട്ടിക്കുലർ SA 315 ആൻഡ് 330. നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി മെറ്റീരിയൽ വായിച്ച് നോക്കുക, ഇത് റിവൈഷൻ എന്ന ആസ്പെക്റ്റിന് വേണ്ടിയിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ SA 315 ആൻഡ് 330. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി കം ടു ദി കൺക്ലൂഷൻ ഓഫ് ചാപ്റ്റർ നമ്പർ 6.3. സിമ്പിൾ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ആണ്. ഓഡിറ്റ് എൻഗേജ്മെന്റ് പറഞ്ഞു, അത് വിത്ത് റെസ്പെക്ട് ടു SA 210. ദെൻ ഓഡിറ്റ് പ്രോഗ്രാം പറഞ്ഞു വിത്ത് റെസ്പെക്ട് ടു SA 300. ഓഡിറ്റ് എവിഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു SA 500. ആൻഡ് വേരിയസ് അതർ പ്രൊസീജിയേഴ്സ് SA 315 ആൻഡ് 330 ആസ്പെക്ട് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഡിസ്കസ് ചെയ്തു. ഡിസ്കസ് പ്രൊസീജിയർ, ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ, ടെസ്റ്റ് ഓഫ് കൺട്രോൾ, സബ്സ്റ്റാൻസീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ആൻഡ് അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. സിമ്പിൾ ടോപ്പിക്സ്, സിമ്പിൾ റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.